ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രാജീസ് കിച്ചണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തൈര് സാദം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ കുട്ടിയൊരു വീഡിയോ ആണ്, എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയൊരു കപ്പിന് 2 ഗ്ലാസ് അരി കേട്ടോ. ഈ അരി പെട്ടെന്ന് വേവുന്നൊരു അരിയാണ്. സത്യത്തിൽ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ബാസ്മതി റൈസോ അങ്ങനെയൊന്നുമല്ല. സാധാരണ ഞാൻ ചാക്കരി ചോറിന് വേണ്ടി മേടിച്ചൊരു റൈസായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അരിയൊക്കെ കഴുകി വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഞാൻ അരി കഴുകി ഇട്ടിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ വേവുന്ന അരിയായിരുന്നു. അങ്ങനെ ഞാനിത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം എനിക്കിതിൻ്റെ ചോറും അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ തൈര് സാദമൊക്കെ ഉണ്ടാക്കാൻ ഇത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ്. ഇപ്പോൾ ഉണ്ടോ, ഏകദേശം നല്ലവണ്ണം ഒന്ന് തിളച്ച് വന്നപ്പോൾ തന്നെ അരി നല്ലവണ്ണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തൈര് സാദം ഉണ്ടാക്കാൻ വേണ്ടി കുറച്ചുകൂടെ ഒന്ന് വേവട്ടെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ചേറെ തന്നെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലവണ്ണം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കഞ്ഞി ഒന്ന് ഊറ്റിയെടുക്കാമെന്ന്. ഇപ്പോൾ തന്നെ അത് നല്ലവണ്ണം വെന്തിട്ടുണ്ട് കേട്ടോ. എങ്കിലും കുറച്ചുകൂടെ ഒന്ന് വേവട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഈ അരി ഞാൻ മാറ്റി വെച്ചിരുന്നേ, മുന്നേ പറഞ്ഞില്ലേ. എനിക്കത്ര ഇതിൻ്റെ ചോറിൻ്റെ ടേസ്റ്റൊന്നും എനിക്കത്ര ഇഷ്ടപ്പെടില്ല. ചെറിയൊരു അരി കേട്ടോ. ഇത് എന്ത് അരിയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ സാധാരണ നമ്മുടെ പൊന്നിയരിയൊക്കെ ഇല്ലേ, ചാക്കരിയൊക്കെ, അങ്ങനെ ഒരു അരിയാന്നോർത്ത് മേടിച്ചതാണ് കേട്ടോ. പക്ഷേ പാളിപ്പോയൊരരിയായിരുന്നു. എനിവേ ഇതിന് ഉപകാരപ്പെട്ടു. അപ്പം ഞാൻ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഇളക്കി അന്ന് തിളച്ച് വന്നപ്പോൾ തന്നെ ഞാൻ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ചൂടോടുകൂടി ഞാൻ ഉണ്ടാക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം മാത്രമാണ്. അപ്പോൾ അത്യാവശ്യം ഒന്ന് നല്ലവണ്ണം തണുത്ത് വന്നിട്ടുണ്ട്. ചോറ് കണ്ടില്ലേ. ചോറ് ഞാനൊരു 5-6 തവിയോളം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. 2 നേരത്തേനുള്ള 2-3 നേരത്തേനുള്ളത് ഞാൻ ഉണ്ടാക്കി വെക്കുന്നുണ്ടേ. അപ്പം ഞാൻ കുറച്ചേറെ തന്നെ ചോറ് എടുത്തിട്ടുണ്ട്. ഉണ്ടാക്കിയ മൊത്തം ചോറ് ഞാൻ ഉണ്ടാക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് മതി. ഇനി നമുക്ക് അതിലേക്ക് തൈര് കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ആ സെയിം തവിക്ക് തന്നെ ഒരു 3 തവി തൈരിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഓൾറെഡി ഉപ്പിട്ടിട്ടാണ് ചോറ് വേവിച്ചത്. അതുകൊണ്ട് ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറച്ചുകൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒന്ന് നല്ല കുഴമ്പ് പോലെ കിടക്കത്തക്ക രീതിയിൽ ആവശ്യത്തിന് വെള്ളവും തൈരൊട്ടും കുറയരുത്. അപ്പം അത്യാവശ്യത്തിന് നമുക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. നിങ്ങൾ ഉപ്പിടാതാണ് ചോറ് വേവിച്ചിരിക്കുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ലവണ്ണം മിക്സ് ചെയ്ത് അത് അതിൻ്റെ ചോറിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് തൈരൊക്കെ എത്തത്തക്ക രീതിയിൽ ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഉപ്പിൻ്റെ എത്രയാണോ ആവശ്യം അതനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. BP ഒക്കെ ഉള്ളവർ അധികം ഉപ്പൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. എനിക്ക് പൊതുവേ BP ലോ ആണ്. അതുകൊണ്ട് ഞാനെപ്പോഴും ഉപ്പ് യൂസ് ചെയ്യാറുണ്ട്. ചോറ് കഴിക്കുമ്പോഴാണെങ്കിലും എല്ലാത്തിനും എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉപ്പ് വേണം. അങ്ങനെ നമ്മുടെ തൈരും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഇനി നമുക്ക് വേണ്ടത് ഒരു പാത്രം എടുത്ത് ഞാനൊരു മീഡിയം ടൈപ്പ് സവാള, ഈ സവാള ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു ഡൗട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് സവാള ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ് ഞാൻ അത്യാവശ്യം വലുതെടുത്തത്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതും കൊത്തി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. അപ്പോൾ കറിവേപ്പില ഇത് ഇച്ചിരി വലിയ തണ്ട് കറിവേപ്പിലയായിരുന്നു കേട്ടോ. അപ്പോൾ എനിവേ കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 വറ്റൽമുളക്, ഇത് അത്യാവശ്യം എരിവുള്ള വറ്റൽമുളകായിരുന്നേ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് കുറച്ച് ജീരകം അങ്ങനെയുള്ള ഐറ്റംസ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം, സാദാ ജീരകം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഉഴുന്ന് പരിപ്പില്ലേ, അത് മുഴുവനായിട്ടോ പകുതിയായിട്ടോ എങ്ങനെയുള്ളതാണേലും എടുക്കുക. അതും സെയിം അളവിൽ തന്നെ. അതുപോലെ തന്നെ കടലപ്പരിപ്പ്, അതും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ എണ്ണ ചൂടാക്കിയതിന് ശേഷം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ നല്ലവണ്ണം ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ. ഈ പൊട്ടി വരുന്ന സമയം കൊണ്ട് പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ജീരകവും
കടലപ്പരിപ്പും അതുപോലെ തന്നെ ഉഴുന്നുപരിപ്പില്ലേ, ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അത് അത്യാവശ്യം എല്ലാം തന്നെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് വറ്റൽമുളക്, കറിവേപ്പില, അതുപോലെ തന്നെ ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുന്ന അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മൾ സവാളയില്ലേ, ആ സവാള കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത്രയും സവാളയുടെ ആവശ്യമില്ല കേട്ടോ. പിന്നെ ചെറുള്ളി ഉണ്ടെങ്കിൽ അതാണ് ഒന്നുകൂടെ നല്ലത്. എൻ്റെ കയ്യിലില്ലായിരുന്നു, പിന്നെ അതുകൊണ്ടാണ് സവാള ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സവാളയും കൂടി ഇട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. അപ്പോൾ അത് ചെറിയൊരു പാനായതുകൊണ്ട് തന്നെ സ്ഥലം തീരെയില്ലായിരുന്നു കേട്ടോ. ഇനി നമ്മുടെ സവാളയൊക്കെ ഒന്ന് ജസ്റ്റ് വാടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കായം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കായപ്പൊടിയില്ലേ, കായപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കാം. അപ്പോൾ ഇത് ഒരുപാട് അങ്ങോട്ട് വഴറ്റേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞില്ല, ജസ്റ്റ് സവാളയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറിയാൽ മാത്രം മതി കേട്ടോ. ഇനി നമ്മളത് ചൂടോടുകൂടി തന്നെ ആ ഒരു നമ്മൾ ചോറ് ആക്കി വെച്ചിട്ടില്ലേ, തൈരായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിലേക്ക് ഒഴിച്ച് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ചൂടുകാലത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയൊരു റൈസാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിനും അതുപോലെ തന്നെ വയറിനുമൊക്കെ നല്ലൊരു സുഖമാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ. ഞാനിപ്പോൾ ഇവിടെ തണുപ്പാണ്, പക്ഷേ ഇതുണ്ടാക്കിയതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് പല്ലുവേദനയാണ്. അപ്പം ഒരു പല്ല് എടുത്തിട്ടിരിക്കുന്നു, ഒരു പല്ല് റൂട്ട് കനാൽ ചെയ്തിട്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ ഇത് തൈര് സാദം ഉണ്ടാക്കി കഴിക്കാമെന്ന് വെച്ച്. ഇനി നമുക്ക് മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയില കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. പിന്നെ ഈ കടലപ്പരിപ്പ് ഉഴുന്നുപരിപ്പൊക്കെ കടിക്കാൻ ബുദ്ധിമുട്ടെങ്കിലും അത് ഉണ്ടാക്കുമ്പം അതിൻ്റെതായ ഒരു രീതിയിലൊക്കെ കാണിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമുക്ക്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് വിളമ്പി ഇത് തന്നെ ആയിട്ട് നമുക്ക് കഴിക്കാം. പക്ഷേ ഞാൻ കുറച്ച് മാങ്ങാച്ചാർ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരും വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.